guys, welcome back to my YouTube channel. It's me Lakshmi. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു സൺസ്ക്രീമിന്റെ ഹോണസ്റ്റ് റിവ്യൂ പറയാനാണ്. അപ്പോൾ സൺസ്ക്രീം എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സ്കിന്നിന്. വേറെ എന്തോ സ്കിപ്പ് ചെയ്താലും സൺസ്ക്രീമോ മോയ്സ്ചറൈസറോ നമ്മൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇപ്പോൾ ഒക്കെ നമ്മൾ യൂസ് ചെയ്താലാണ് കറക്റ്റായിട്ട് നമ്മുടെ സ്കിന്നിന് ഒരു പ്രൊട്ടക്റ്റ് കിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് സ്കിപ്പൊക്കെ ചെയ്ത് കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒന്ന് സൺസ്ക്രീം യൂസ് ചെയ്യേണ്ട, കുറച്ചാൾ സൺസ്ക്രീം യൂസ് ചെയ്യുന്ന പറഞ്ഞു കഴിഞ്ഞാൽ പല സ്കിൻ പ്രശ്നങ്ങളുണ്ടാവും. മെലാസ്മ പോലെയുള്ള പല പ്രശ്നങ്ങളും, അതുപോലെ നമ്മുടെ സ്കിന്നൊക്കെ പെട്ടെന്ന് ടാൻ അടിക്കാൻ തുടങ്ങും. അതുപോലെ പല ലൈറ്റ് UVB ലൈറ്റിൽ നിന്നൊക്കെ നമുക്ക് ക്യാൻസർ പോലെയുള്ള പല അസുഖങ്ങളൊക്കെ വരാൻ കാരണമാണ്. അതോടെ തന്നെ ഒരിക്കലും നമ്മൾ സൺസ്ക്രീം ഒന്നും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. അതുപോലെ ഡെയിലി യൂസ് ചെയ്യേണ്ട ഒരു സാധനമാണ് സൺസ്ക്രീം. അപ്പോൾ പുറത്തേക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് നമ്മൾ SPF 15 സൺസ്ക്രീം യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ വീട്ടിലൊക്കെ ഇരിക്കുന്ന സമയത്ത് SPF 13 ഒക്കെ സൺസ്ക്രീം യൂസ് ചെയ്താൽ മതി. അതുപോലെ നമ്മൾ എപ്പോഴും നമ്മുടെ സ്കിന്നൊക്കെ നല്ല പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കണമെങ്കിൽ സൺസ്ക്രീം മസ്റ്റായിട്ട് സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കൊണ്ടുപോകണം. അപ്പോൾ ഞാനൊരു അടിപൊളി ഒരു സൺസ്ക്രീൻ ഞാൻ പറഞ്ഞുതരട്ടെ. ഒരു ഫാർമസിക്കായ നല്ല സൺസ്ക്രീൻ. എൻ്റെ ഒരു സ്കിൻ എന്ന് പറയുന്നത് ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്കൊക്കെ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട്, അപ്പം ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാമെന്ന്. അതാണ് ഫാർമസിക്ക് പ്രോഡക്റ്റായ UV ഡോക്സിൻ്റെ ഈ സൺസ്ക്രീം. ഇത് SPF 15 PA3+ൻ്റെ ഒരു അടിപൊളി സൺസ്ക്രീമാണ്. അതുപോലെ തന്നെ ബോഡ് സ്പെക്ട്രമാണ്. UVB ലൈറ്റിൽ നിന്നൊക്കെ നമ്മുടെ സ്കിന്നിനെ ഒത്തിരി പ്രൊട്ടക്റ്റ് ചെയ്യും. ഇപ്പം കുറച്ച് നാൾ മുമ്പൊക്കെ ഭയങ്കര ഇതൊക്കെ ആയിരുന്നു. കാരണം നമ്മൾ പല ആളുകളൊക്കെ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്. പല വലിയ ബ്രാൻഡുകളായാലും SPF 15 എന്ന് പറഞ്ഞൊരു മെൻഷൻ ചെയ്താലും അതത്ര ഇല്ല. നമ്മൾ കാശ് കൊടുത്ത് വാങ്ങിയിട്ടും SPF 15 ഒരു സൺസ്ക്രീമിന് ഇല്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു കഷ്ടമാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് അങ്ങനെയൊന്നുമല്ല. ഫാർമസിക് പ്രോഡക്റ്റ് ആയതുകൊണ്ട് തന്നെ SPF 15 PA3+ൻ്റെ ഒരു സൺസ്ക്രീം. അതുപോലെ തന്നെ ഓയിലി സ്കിൻകാർക്കൊക്കെ മസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. കാരണം ഓയിൽ ഫ്രീ ആണ്, മാറ്റി ഫിനിഷാണ്. അതുകൊണ്ട് ഒത്തിരി ഓയിലായിട്ട് നമ്മുടെ ഫേസിലൊന്നും നിൽക്കില്ല. അതുപോലെ തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, പിന്നെ നോൺ കോമഡിസ്റ്റിക് ആണ്, പിന്നെ ഓൾ സ്കിൻ ടൈപ്പിനും നമുക്കിത് സ്യൂട്ട് ആവും. ഇത് 50 ഗ്രാമാണ് ഉള്ളത്. അത്യാവശ്യം യൂസ് ചെയ്യാനൊക്കെ ഉള്ളതുണ്ട്. അതുപോലെ പുറത്തൊക്കെ ഇറങ്ങുമ്പോഴാണ് കൂടുതലും SPF 15 യൂസ് ചെയ്യേണ്ടത്. ഇതൊരു എന്താ പറയുക, ടെർമറിക്കിൻ്റെ ഒക്കെ സ്മെല്ല് പോലെയൊക്കെയാണ്. അതുപോലെ ഒരു മഞ്ഞ കളറാണ്. അപ്പം നമ്മൾ ഫേസിലൊക്കെ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഫേസിൽ അബ്സോർബ് ചെയ്ത് പോകും. പെട്ടെന്ന് തന്നെ അബ്സോർബ് ചെയ്യും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഒത്തിരി ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ സ്കിന്നിൽ അബ്സോർബ് ചെയ്ത് പോകും. പിന്നെ ഒരു പ്രൊട്ടക്റ്റ് എന്താ പറയുക, ഇപ്പോൾ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത പോലെ ഇരിക്കും. പെട്ടെന്ന് ഒത്തിരി സ്കിന്നിലേക്ക് അബ്സോർബ് ചെയ്യാതെ, സൺസ്ക്രീം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്കിന്നിനൊന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് സൺസ്ക്രീം യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ ഒരു പ്രൊട്ടക്റ്റ് ചെയ്ത് വെച്ച പോലെ ആയിരിക്കും ഈ സൺസ്ക്രീം ഫേസിലിരിക്കുക. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തെടുക്കുക. നല്ല സൺസ്ക്രീം ഏതൊക്കെയാണെന്ന് അറിയാത്തവർക്കും അതുപോലെ പുതിയ സൺസ്ക്രീം യൂസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്യേണ്ട അടിപൊളി ഒരു സൺസ്ക്രീമാണ് UV ഡോക്സിൻ്റെ സിലിക്കോൺ സൺസ്ക്രീം. അപ്പോൾ നിങ്ങളെല്ലാവരും യൂസ് ചെയ്യുക. അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.